ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപം എന്താ? 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് 24-25 കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമാധാനം പറയണം. പറയട്ടെ, ഞാൻ പറഞ്ഞ് തീർന്നോട്ടെ സഹോദരി. സമാധാനം പറയണമെന്നുള്ളതാണ്. അപ്പോൾ അത് വിചിത്രമായൊരു വാദമല്ലേ? ഞാൻ സ്വർണ്ണക്കള്ളനാണ്, സ്വർണ്ണക്കൊള്ളക്കാരനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ പിന്നെ വന്ന മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ ഞാൻ പറയുന്നത്, മുഖ്യധാര മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ സ്വർണ്ണക്കൊള്ളക്കാരനാണ്, ഞാൻ അനധികൃതമായി എന്തോ സ്വത്തൊക്കെ സമ്പാദിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു 10 രൂപ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു 10 രൂപ, എനിക്കെത്ര സ്വത്തുണ്ട്, എൻ്റെ ബാങ്കിൽ എത്ര അക്കൗണ്ടുണ്ട്, 10 രൂപ വിവരാവകാശം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഒരു 30 ദിവസം ക്ഷമിച്ചാൽ മതി. ഞാൻ തന്നെ പറയാം, ഇപ്പോൾ ക്ഷമിക്കേണ്ട, ഞാൻ തന്നെ പറയാം. എൻ്റെ പേരിൽ ഈ ഭൂമി മലയാളത്തിൽ 1 സെൻറ്റ് ഭൂമി വാങ്ങാൻ ഭാഗ്യം ഇതുവരെ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് വരെ 1 സെൻറ്റ് ഭൂമി വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പേരിൽ 3 അക്കൗണ്ടുകളുണ്ട്. ഒന്ന് കഴിഞ്ഞ 10-15 വർഷക്കാലമായി SBIയിലെ ആൽത്തറ ബ്രാഞ്ചിലുള്ള അക്കൗണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം, കേവലം 2000 രൂപയിൽ താഴെയാണ് അതിൻ്റെ ബാലൻസ്. രണ്ടാമത്തെ അക്കൗണ്ട്, ഞാൻ 2021 നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ പ്രൊസീജിയർ പാലിക്കാൻ വേണ്ടി എടുത്ത അക്കൗണ്ടാണ്, ഏണിക്കരയിൽ SBI അക്കൗണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല, അതിലും ഒരു 1000 രൂപ ചിലപ്പോൾ വരുമായിരിക്കും. പിന്നെ എൻ്റെ അക്കൗണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനു ശേഷം നന്ദൻകോട് ധനലക്ഷ്മി ബ്രാഞ്ചിലാണ്. എൻ്റെ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊരു 85,000 രൂപ കാണുമായിരിക്കും. എനിക്കൊരു TVS ജൂപ്പിറ്റർ വണ്ടിയുണ്ട്, ബൈക്ക്. എല്ലാം കൂടി എടുക്കുമ്പോൾ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എൻ്റെ ആസ്തി. നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ വരുന്നത് എന്താ? വലിയ മണിമാളിക ഞാൻ പണിഞ്ഞിരിക്കുന്നു. ആ മണിമാളികയുടെ പാല് കാച്ചിന് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വന്നു. ഇതാണ് ആക്ഷേപം. ഞാൻ നിൽക്കുന്നത്, ഇപ്പം പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്ന അതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത്, ഞാൻ നിൽക്കുന്ന പാർട്ടി, ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി കോൺഗ്രസ് അല്ല. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ചില ചട്ടങ്ങളുണ്ട്. ഒരു വീട് എങ്ങനെ വയ്ക്കുന്നു, ഒരു വസ്തു എങ്ങനെ വാങ്ങുന്നു, അതൊക്കെ പാർട്ടി അറിയിക്കണം. ഞാൻ കൃത്യമായി ഈ പാർട്ടി അക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2022 എൻ്റെ ഭാര്യയുടെ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വിറ്റ് 2022 ജൂണിൽ ഞാൻ ഏണിക്കരയിൽ വസ്തു വാങ്ങുന്നു. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നത് എപ്പോഴാണ്? 2023 നവംബറിലാണ്. അവിടെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 45 ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് പണിയുന്നു. 1900 സ്ക്വയർ ഫീറ്റ് വീട്. അതാണ് മണിമന്ദിരം, മണിമാളിക എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം പാർട്ടിയെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പക്ഷെ ഞാൻ കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന് പറയുന്ന, ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ. എൻ്റെ സമ്പാദ്യം ഇത്രയാണ്, ഞാൻ പരസ്യമായി പറയുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സമ്പാദ്യം ഒന്ന് വെളിപ്പെടുത്തട്ടെ. എൻ്റെ പേഴ്സണൽ സമ്പാദ്യം 3 ലക്ഷത്തിൽ താഴെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ സമ്പാദ്യവും വെളിപ്പെടുത്തട്ടെ. ഞാനാണോ കോടീശ്വരൻ, പുള്ളിയാണോ കോടീശ്വരൻ എന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഈ പറയുന്നത്, ഞാനാരും, ഇതൊക്കെ രാഷ്ട്രീയമാണ്, ഞാനിതിൻ്റെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, അത് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. പറഞ്ഞോളൂ. അങ്ങനൊരു സാധ്യതയില്ല. അത് ഇപ്പോഴത്തെ റജിലാൽ തിരുവാഭരണ കമ്മീഷണർക്ക് ഉണ്ടായ ചെറിയൊരു സാങ്കേതിക പിഴവാണ്. അത് ഞങ്ങൾ മെനഞ്ഞാന്ന് തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ശ്രദ്ധപ്പെടുത്തി. കോടതി അതിനൊരു നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളത് ചെയ്യും. വീഴ്ച പറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കാണ് വീഴ്ച പറ്റിയത്. ബോർഡല്ലല്ലോ അവരെ അറിയിക്കേണ്ടത്. കാരണം അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ തിരുവാഭരണ കമ്മീഷണറായാലും എക്സിക്യൂട്ടീവ് ഓഫീസറായാലും അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച പറ്റിയത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലോ. കോടതിക്ക് അത് മനസ്സിലാവുകയും ചെയ്തല്ലോ. അത് ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് അവരുടെ നിന്ന് വിശദീകരണം വാങ്ങി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ സമീപിച്ചു. അതിന് കോടതി ഞങ്ങൾക്ക് അതിൻ്റേതായ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ നടപടി
ഞങ്ങൾ പ്രവർത്തിക്കും. ആരെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ തിരുവാഭരണം കമ്മീഷണർക്കുണ്ടായ ഒരു സാങ്കേതിക പ്രശ്നമാണ്. അദ്ദേഹം തന്നെ ഒരു കത്തിലൂടി സ്മാർട്ട് ക്രിയേഷനോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പിന്നെ സംശയം ചോദിച്ച് കത്തിലൂടി മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് അതൊരു പിന്നെ ഞങ്ങൾ ദേവസ്വം ബോർഡ് അതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ മുരാരിയുടെയോ അവർക്ക് അമിതമായ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ഈ 4 ഉത്തരവ്, ബോർഡ് ഇറക്കിയ 4 ഉത്തരവ്, ഈ 4 ഉത്തരവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ മുരാരി ബാബുവിനെയോ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വാക്യമോ വാചകമോ അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിച്ചാൽ കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ടല്ലോ, ഉറപ്പായിട്ട് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യും. 99 കാലഘട്ടത്തിലെ രേഖകൾ നമുക്കറിയാമല്ലോ. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് മരാമത്താണോ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസാണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ അന്നത്തെ രേഖകൾ പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരമാവധി കുറേ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ പരമാവധി രേഖകൾ സംഘടിപ്പിച്ച് കൊടുക്കുവാനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.